Next we are going to study mirror equation. അതിനായിട്ട് നമ്മളൊരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യാം. ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുക. ഈ കോൺകേവ് മിററിൽ നിന്ന് യു ഡിസ്റ്റൻസ് അകലെ ഞാനൊരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒ ബി എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് യു ഫ്രം ദി പോൾ ഓഫ് ദി മിറർ. ഈ ഓബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു റേ കോൺകേവ് മിററിൽ തട്ടിയിട്ട് ഇത് ഫോക്കസിൽ കൂടി പാസ് ചെയ്യില്ലേ. നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഡെഫിനീഷനിൽ പഠിച്ചതാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു മിററിൽ വന്ന് പതിക്കുന്ന റേ പാസസ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദി മിറർ. ഈ പോയിൻ്റാണ് ഫോക്കസ്. ബി എ എന്ന് പറയുന്ന റേ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു പോകുന്നു. അതേപോലെ അവിടെ നിന്ന് വരുന്ന മറ്റൊരു റേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അത് പോളിൽ വന്ന് പതിച്ചിട്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഇതാണ് നോർമൽ. ഇത് മിററിൻ്റെ നോർമലാണ് അല്ലേ. നോർമലിനും ഇൻസിഡൻറ്റ് റേക്കും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്ന് പതിക്കുന്ന റേ ഈക്വൽ ആംഗിളിലാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് റേസും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്കൊരു ഇമേജ് കിട്ടും. ഐ എന്ന് പറയുന്നതാണ് ഇമേജ്. ഇമേജ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വി ഫ്രം ദി മിറർ. വി ആണ് ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കിട്ടും. രണ്ട് ട്രയാങ്കിൾസ് ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. പി ഒ ബി ആൻഡ് പി ഐ എം. ട്രയാങ്കിൾസ് പി ഒ ബി ആൻഡ് പി ഐ എം. അപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ഇൻ വിച്ച് ടു ആംഗിൾസ് ആർ സെയിം. രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെഫിനേഷനിൽ ഇങ്ങനെ പറയും, സിമിലർ ട്രയാങ്കിൾസ് ആർ ട്രയാങ്കിൾസ് ഇൻ വിച്ച് ടു ആംഗിൾസ് ആർ സെയിം. അപ്പോൾ ഇതിൽ സെയിം ആവുന്ന രണ്ട് ആംഗിൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ പെയർ ഓഫ് ആംഗിൾസ് സെയിം ആണ്. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഇവിടെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ സൈഡും സെയിം ആയിരിക്കും. രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി സിമിലർ ട്രയാങ്കിൾസിൽ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഈക്വൽ. അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഈക്വൽ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്താൽ ഇവിടെ ഐ എം ബൈ ഒ ബി, അതായത് ഐ എം എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഒ ബി. അപ്പോൾ ഐ എം ബൈ ഒ ബി. അതേപോലെ പി ഐ ബൈ പി ഒ, പി ഐ ബൈ പി ഒ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എഴുതി. അടുത്തതായിട്ട് നമുക്ക് വേറെ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്, അത് കൺസിഡർ ചെയ്യാം. ഇതേ ഫിഗർ തന്നെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതിൽ നമ്മളെടുക്കുന്ന വേറെ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇവിടെയും അതേപോലെ തന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇതിൻ്റെ 90 ഡിഗ്രി. അതേപോലെ ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് അതിലും ഇതേപോലെ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഈക്വൽ അല്ലേ. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണ്? എഫ് എ പി ആൻഡ് എഫ് എം ഐ. കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ. ഐ എം ബൈ എ പി ഈക്വൽ ടു എഫ് ഐ ബൈ എഫ് പി എന്ന് വരും. അപ്പോൾ ഇവിടെ എ പിക്ക് പകരം നമ്മൾ ഇതിന് ഈക്വൽ അല്ലേ ഒ ബി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഈക്വൽ ആവുക? അതായത് ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ്. പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. എ പി വിൽ ബി ഈക്വൽ ടു ഒ ബി. അപ്പോൾ ഇവിടെ നമുക്ക് ഒ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നത് ഐ എം ബൈ ഒ ബി എന്ന് വന്നു. ഇനി ഈക്വൽ ടു എന്താണ്? എഫ് ഐ ബൈ എഫ് പി. അങ്ങനെ തന്നെ എഴുതി. ബാക്കി അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് നോക്കിയേ. ഇക്വേഷൻ 1 and 2 LHS ഈക്വൽ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ എന്തായിരിക്കും?
റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. FI/FP ഈക്വൽ ടു PI/PO എന്ന് എഴുതി. ഇനി നമുക്ക് FI എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോക്കിയാൽ FI ഇതാണ് FI. അപ്പോൾ അതിനെ നമുക്ക് PI മൈനസ് PF എന്ന് എഴുതാമല്ലോ. അതായത് ഈ PI എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് PF കുറച്ചാലാണ് ഈ FI എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ FI എന്ന് പറഞ്ഞാൽ PI മൈനസ് PF. ഈ PI എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് അവിടെ നമ്മൾ V എന്ന് എഴുതി. ഇനി PF എന്ന് പറയുന്നത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഫോക്കൽ ലെങ്ത് സ്മോൾ f, അതിവിടെ എഴുതി. ഓക്കെ, ഇനി FP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത്. PI എന്ന് പറയുന്നത് എന്താ? PI എന്ന് പറഞ്ഞാൽ PI എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് V ആണ്. PO എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. അപ്പോൾ ഇതെല്ലാം ഈ 4 വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ FIക്ക് പകരം V മൈനസ് F ഡിവൈഡഡ് ബൈ FP എന്ന് പറഞ്ഞാൽ F, PI എന്ന് പറയുന്നത് V, PO എന്ന് പറഞ്ഞാൽ U. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ V മൈനസ് F/F ഈക്വൽ ടു V/U എന്ന് കിട്ടി. അപ്പോൾ ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ UV മൈനസ് UF ഈക്വൽ ടു VF എന്ന് കിട്ടും. അതിനുശേഷം ഈ ഇക്വേഷനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ UVF, ഓരോ ടേമിനെയും നമ്മൾ UVF വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ UV/UVF മൈനസ് UF/UVF VF/UVF. ഇവിടെ യുവും വിയും കട്ട് ചെയ്ത് പോവും, ബാക്കി 1/F കിട്ടും. മൈനസ് യുവും എഫും കട്ട് ചെയ്ത് പോവും, 1/V കിട്ടി. ഈക്വൽ ടു വിയും എഫും കട്ട് ചെയ്ത് പോയാൽ ബാക്കി 1/U എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. 1/F is equal to 1/U plus 1/V. അപ്പോൾ ഇതാണ് മിറർ ഇക്വേഷൻ. അപ്പോൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെയും ഇമേജ് ഡിസ്റ്റൻസിനെയും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് മിറർ ഇക്വേഷൻ. നെക്സ്റ്റ് ഇസ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദി ഇമേജ് ടു ദ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്നാണ്. അതായത് സൈസ് ഓഫ് ദി ഇമേജിനെ ഡിവൈഡ് ചെയ്യുക സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് വെച്ച്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് M is equal to IM/OB. സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് IM എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അതേപോലെ ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ്. സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്താ? അതായത് ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് OB. അപ്പോൾ IM/OB എന്ന് കിട്ടും. അപ്പോൾ അതിന് ഈക്വലൻ്റ് അല്ലേ PI/PO എന്ന് പറയുന്നത്? നമ്മൾ മിറർ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു അല്ലേ, 2 സിമിലർ ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ IM/OB എന്ന് പറയുന്നത് PI/PO ആണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണത്. അപ്പോൾ അവിടെ PI/PO, PI എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്, അതായത് V. PO എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. അപ്പോൾ നമുക്ക് M is equal to V/U എന്നും പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്നും പറയും. അപ്പോൾ നമ്മളിവിടെ സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യണം. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ ഇമേജ് ബൈ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതായത് IM/OB. IM എന്ന് പറയുന്നത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴേക്കാണ് മെഷർ ചെയ്യുന്നത്. Iയിൽ നിന്ന് Mലേക്ക്. അപ്പോൾ അതിന് നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. OB എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ പ്ലസ് OB ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു, ഇനി നമ്മൾ വി എന്ന് പറയുന്നത് പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുന്നത്, അതിന് മൈനസ് നെഗറ്റീവ് സൈൻ ഇടും. U എന്ന് പറയുന്ന ഡിസ്റ്റൻസും നമ്മൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക, അപ്പോൾ അതും -U എന്ന് വരും. അപ്പോൾ ഇക്വേഷനിൽ എന്താ ചേഞ്ച് വരിക? -IM/OB ഈക്വൽ ടു V/U. വിയിലും യുയിലും ഉള്ള നെഗറ്റീവ് സൈൻ കട്ടായി പോകും. അപ്പോൾ -IM/OB ഈക്വൽ ടു V/U എന്ന് കിട്ടും. എമ്മിനെ ഈക്വൽ ടു -V/U എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ മിറേഴ്സിൻ്റെ ജനറൽ ഇക്വേഷനാണ് M is equal to -V/U. ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് വിചാരിക്കുക.
2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ട്വൈസ് ദ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ്. അത് 2 is equal to സൈസ് ഓഫ് ദി ഇമേജ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ സൈസ് ഓഫ് ദ ഇമേജ് ഈക്വൽ ടു 2 ഇൻറ്റു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ അവിടെ വരുന്നത്. അതായത് സൈസ് ഓഫ് ദി ഓബ്ജക്റ്റിൻ്റെ ട്വൈസ് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും ആ മിററിന്. അതാണ് ഉദ്ദേശിക്കുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന ടേം കൊണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദി ഇമേജ് ടു ദി സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ്.